ഇന്നുണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ്. അതിനായിട്ട് ഞാനിവിടെ 30 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വെള്ളമയം ഒന്നും ഇല്ലാതെ എടുത്ത നെല്ലിക്കയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. ഇടയ്ക്ക് നെല്ലിക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. നെല്ലിക്ക നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഞെക്ക് കൊള്ളുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. ഇപ്പം നന്നായിട്ട് തിള വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നെല്ലിക്ക നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴേക്കും ഇതുപോലെ പൊട്ടി വരണം. ഇതുപോലെ പൊട്ടി വരാത്ത നെല്ലിക്ക ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് കത്തി കൊണ്ട് 3 തവണ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നെല്ലിക്കയുടെ വരയുണ്ടല്ലോ അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഉള്ളി ഒരു പകുതി മൂപ്പെത്തി കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം. ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കി മൂപ്പ് ആയിക്കോളും. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ചട്ടിയുടെ ആ ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഓണാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ നെല്ലിക്കയിലും നന്നായിട്ട് അരപ്പ് പിടിക്കണം. ഈ നെല്ലിക്ക അച്ചാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ കേടുകൂടാതിരിക്കുന്നതുമാണ്. അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൂട്ടി തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോഴേക്കാണ് അച്ചാറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.